when there's no more hope. Good morning dear students. Good morning. How are you? Are you fine? Okay. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണോ? ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ എല്ലാവരും? ഓക്കെ. നമുക്കൊന്ന് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷിൽ നമ്മളൊരു ന്യൂ ചാപ്റ്റർ ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് ഇന്ത്യൻ വ്യൂവേഴ്സ്. എന്താണ്? ഇന്ത്യൻ വ്യൂവേഴ്സ്. ഇന്ത്യൻ നെയ്ത്തുകാർ. ഇന്ത്യൻ വ്യൂവേഴ്സ്. ഒരു സരോജിനി നായിഡു എന്ന് പറയുന്ന അല്ലേ പോയറ്റിന്റെ ഒരു പ്രശസ്തമായ ഒരു ചെറിയൊരു പോയമാണ് ഇന്ത്യൻ വ്യൂവേഴ്സ് എന്ന് പറയുന്ന. അതിലെ കുറച്ച് വരികളാണ് നമുക്കിവിടെ പഠിക്കാൻ തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പോയറ്റിലോട്ട് പോകാം. നോക്കിക്കേ. വ്യൂവേഴ്സ് വീവിംഗ് അറ്റ് ബ്രേക്ക് ഓഫ് ഡേ, വൈ ഡു യു വീവ് എ ഗാർമെന്റ് സോ ഗേ, ബ്ലൂ ആസ് ദ വിങ് ഓഫ് എ halcyon white, we weave the robes of a newborn child. Weavers weaving at fall of night, why do you weave a garment so bright, like the blooms of a peacock purple and green, we weave the marriage bells of a queen. Weavers weaving Solomon and still, why do you weave in the moonlight chill, white as a feather and white as a cloud, we weave a dead man's funeral shroud. ഇപ്പൊ എന്താണ് ഒരു കുഞ്ഞ് പോയം നമ്മുടെ ലൈഫിലെ മൂന്ന് സിറ്റുവേഷൻ അല്ലെങ്കിൽ മൂന്ന് നമ്മുടെ ലൈഫിന്റെ ആ ലൈഫ് സൈക്കിൾ അതാണ് ഇവിടെ ഈ പോയത്തിലൂടെ നമുക്ക് സരോജിനി നായിഡു കാണിച്ചത്. അപ്പൊ ആദ്യം നമുക്ക് സരോജിനി നായിഡു എന്ന് പറയുന്ന ആ ഒരു പോയറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ. An Indian poet and artist in our freedom struggle, Sarojini Naidu was well known for her literary works in English language. ഇപ്പൊ എന്താ പറയുന്നത്? ഒരു ഇന്ത്യൻ കവയിത്രിയും അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ആക്ടിവിസ്റ്റുമായിരുന്നു ആരെ? നമ്മുടെ സരോജിനി നായിഡു. ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയിലെ സാഹിത്യ രചനകൾ കൊണ്ട് പ്രശസ്തമായിട്ടുള്ള ഒരു പോയറ്റാണ്, കവയിത്രിയാണ് നമ്മുടെ സരോജിനി നായിഡു. നോക്കിക്കേ. She has presented innumerable themes as nature, nationalism, love, death, folk culture and life, many more. എന്താണ്? പ്രകൃതി, ദേശീയത, അതുപോലെ തന്നെ പ്രണയം, മരണം, നമ്മുടെ നാടോടി സംസ്കാരം, അവരുടെ ജീവിതം തുടങ്ങിയവയായിരുന്നു അല്ലേ ഇത്രയും തീമുകളൊക്കെ ആയിരുന്നു. ഈ തുടങ്ങിയ തീമുകളായിരുന്നു നമ്മുടെ ഈ സരോജിനി നായിഡു അവരുടെ കവിതയിലൂടെ അവതരിപ്പിച്ചത്. എന്തൊക്കെയാണ്? ഏതൊക്കെ ജസ്റ്റ് പറഞ്ഞത്? ലവ്, ഡെത്ത്, നാഷണലിസം, ഫോക്ക് കൾച്ചർ ആൻഡ് ലൈഫ് അല്ലേ തുടങ്ങിയവ. അതായത് പ്രണയവും മരണവും നമ്മുടെ ദേശീയത, പ്രകൃതി, നാടോടി ജീവിതങ്ങൾ, അവരുടെ ആ ഒരു സംസ്കാരം തുടങ്ങിയവയൊക്കെയായിരുന്നു സരോജിനി നായിഡുവിന്റെ കവിതയിലെ പ്രധാനപ്പെട്ട തീമുകൾ എന്ന് പറയുന്നത്. ഗോൾഡൻ ത്രെഷോൾഡ് വാസ് ദ ഫസ്റ്റ് വോളിയം ഓഫ് പോയട്രി പബ്ലിഷ്ഡ് ഇൻ 1905 പ്രസിദ്ധീകരിച്ച അവരുടെ ആദ്യത്തെ കഥാസമാഹാരമായിരുന്നു ഗോൾഡൻ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. നോക്കിക്കേ. വിച്ച് പ്രൊക്ലൈംഡ് ഹർ ആസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അപ്പൊ ആ ഒരു കവിത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്ത്? അവരുടെ ആ ഒരു കവയിത്രിയുടെ ആ ഒരു ഗ്രേറ്റ്നെസ് ആ കവിതയുടെ പ്രസിദ്ധീകരണത്തോടു കൂടി എല്ലാവരും തിരിച്ചറിഞ്ഞു. She was the first woman to take up the position of as the governor of Indian state. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ ആദ്യത്തെ ഗവർണർ സ്ഥാനം ഏറ്റ ആ ഒരു ഫസ്റ്റ് വുമൺ ആയിരുന്നു, ഗവർണർ പദവി അലങ്കരിച്ച ആദ്യത്തെ വുമൺ ആയിരുന്നു സരോജിനി നായിഡു. In 1925 she became the second president of the Indian National Congress. 1925 ആയപ്പോഴത്തേക്ക് നമ്മുടെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിട്ട് മാറി. ഷീ ഈസ് കാൾഡ് ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വാനമ്പാടി അല്ലെങ്കിൽ ഇന്ത്യയുടെ നൈറ്റിംഗേൽ എന്നൊക്കെയാണ് നമ്മൾ സരോജിനി നായിഡുവിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ സരോജിനി നായിഡുവിന്റെ വളരെ നല്ലൊരു പോയം ഇന്ത്യൻ വ്യൂവേഴ്സ് എന്ന് പറയുന്ന ഒരു പോയം, അതിലെ കുറച്ച് വരികളാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ജീവിതത്തിന്റെ ജീവിത ചക്രം, നമ്മുടെ ലൈഫ് സൈക്കിളിന്റെ ആ ഒരു 3 അവസ്ഥകളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞിന്റെ ജീവിതത്തിലെ നല്ല കാലഘട്ടങ്ങള്, അതിനുശേഷം നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഒരു മരണമുണ്ട്. അപ്പൊ ജീവിതത്തിന്റെ ആ ഒരു 3 അവസ്ഥകളാണ് ഈ കവിതയിലൂടെ സരോജിനി നായിഡു നമ്മളോട് പറയുന്നത്.
നമുക്ക് പോവാം, പോയത്തിലേക്ക് പോവാം. നോക്കിക്കേ, viewers weaving at break of day, why do you weave a garment so gay? ഇപ്പൊ എന്താണ് നെയ്ത്തുകാർ എന്ത് ചെയ്യുന്നു? പകൽ സമയത്ത് നെയ്യുന്നു ഇല്ലേ? പകൽ സമയത്ത് അവർ അവരുടെ ജോലി നെയ്ത്തെന്ന് പറയുന്ന ആ ഒരു ജോലി ചെയ്യുന്നു. Why do you weave a garment so gay? എന്താ പറയുന്നത്? അവരിങ്ങനെ എന്താ വെരി ഹാപ്പി. നമ്മൾ പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് ഗേ. ഇപ്പൊ ഗേയുടെ മീനിങ് നോക്കിക്കേ, വെരി ഹാപ്പി ആൻഡ് കെയർ ഫ്രീ ഇല്ലേ? വളരെ സന്തോഷവും അശ്രദ്ധയും. ഇതാണ് വെരി ഹാപ്പി ആൻഡ് കെയർ ഫ്രീ. അപ്പൊ അത്രയും വളരെ സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ കുറച്ചില്ലേ അശ്രദ്ധക്കുറവായിട്ട് അവർ എന്തിനാണ് ഈ ഇങ്ങനെ നെയ്യുന്നത്? ഒരു ദിവസത്തിന്റെ ആരംഭത്തിൽ പകൽ സമയത്ത് അവർ എന്തിനിങ്ങനെ നെയ്യുന്നു. ബ്ലൂ ആസ് ദ വിങ് ഓഫ് എ ഹാൽസിയൻ വൈൽഡ് വി വീവ് ദ റോബ്സ് ഓഫ് എ ന്യൂ ബോൺ ചൈൽഡ്. അപ്പൊ എന്താ അവർ ചെയ്യുന്നത്? ഒരു ഹാൽസിയോൺ, ഹാൽസിയോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് ഹാൽസിയോൺ. ഹാൽസിയോൺ വേർഡ് മീനിങ് നോക്കിക്കേ, a mythical bird, a blue colored bird that resembles a kingfisher. അതായത് കിങ്ഫിഷർ, ആ കിങ്ഫിഷറിനോട് സമാനമായിട്ടുള്ള നീല നിറത്തിലുള്ള ഒരു പുരാണ പക്ഷിയാണ് നമ്മുടെ ഹാൽസിയോൺ എന്ന് പറയുന്നത്. അപ്പൊ ആ ഹാൽസിയോണിന്റെ നീല ചിറകുകൾ പോലെ ഇല്ലേ, നീല ചിറകുകൾ പോലെ ഒരു നവജാത ശിശുവിന്റെ വസ്ത്രങ്ങളാണ് ഈ നെയ്ത്തുകാർ ആ ഒരു ദിവസത്തിന്റെ പകൽ സമയത്ത് നെയ്യുന്നത്, അല്ലെങ്കിൽ ആ ദിവസത്തിന്റെ ആ ഒരു തുടക്കത്തിൽ അവര് നെയ്യുന്നത്. ഇതാണ് പറയുന്നത് നെയ്ത്തുകാർ വീവേഴ്സ് അവര് വീവിങ് അറ്റ് ബ്രേക്ക് ഓഫ് ഡേ ഇല്ലേ, ഒരു ദിവസത്തിന്റെ ഇടവേള അല്ലെങ്കിൽ ആ ദിവസത്തിന്റെ പകൽ സമയത്ത് അവർ എന്ത് ചെയ്യുന്നു? അവര് വസ്ത്രങ്ങൾ നെയ്യുന്നു. അതെന്താണ് നമ്മുടെ അവർ വളരെ ഹാപ്പിയോടുകൂടിയും ഇല്ലേ കുറച്ച് കെയർ ഫ്രീ ആയിട്ടുമാണ് അവർ ആ വസ്ത്രങ്ങൾ നെയ്യുന്നത്. എന്തുപോലെ? ഒരു നവജാത ശിശുവിന്റെ വസ്ത്രങ്ങൾ പോലെ, അല്ലെങ്കിൽ ഒരു നവജാത ശിശുവിന് അവർ വസ്ത്രങ്ങൾ നെയ്യുന്നു. നമ്മുടെ ഹാൽസിയോൺ പക്ഷിയുടെ നീല വിങ്സിന്, നീല ചിറകുകൾക്ക് സമാനമായിട്ടുള്ള വസ്ത്രങ്ങൾ അവർ നവജാത ശിശുവിന് വേണ്ടിയിട്ട് നെയ്യുന്നു. അതായത് എന്താണ്? ഒരു മനുഷ്യന്റെ ജനനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് ഇല്ലേ? ഒരു കുഞ്ഞ് നവജാത ശിശു ജനിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പിറവിയെടുക്കുന്നു. നോക്കിക്കേ അടുത്ത, weavers weaving at fall of night, why do you weave a garment so bright? Like the plumes of a peacock, purple and green, we weave the marriage veils of a queen. ഇപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മുടെ നെയ്ത്തുകാരൻ രാത്രിയിൽ വസ്ത്രങ്ങൾ നെയ്യുന്നു. Why do we weave a garment so bright? ഇപ്പൊ എന്തിനാണ് ഇത്ര തിളക്കമുള്ള വസ്ത്രങ്ങൾ അവർ ഈ രാത്രിയിൽ ഇങ്ങനെ ഇരുന്ന് നെയ്യുന്നത്? നോക്കിക്കേ, like the plumes of a peacock, purple and green, we weave the marriage veils of a queen. ഇല്ലേ, ഒരു എന്താണ് നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് plumes. plumes വേർഡ് മീനിങ് എന്താ? feathers ഇല്ലേ, തൂവലുകൾ. നമ്മുടെ മയിലിന്റെ തൂവല്, പീലി എല്ലാവർക്കും അറിയാം. പർപ്പിൾ കളർ ഉണ്ട്, അതിൽ ഗ്രീൻ കളർ ഉണ്ട് ഇല്ലേ? അപ്പൊ ആ ഒരു മയിലിന്റെ ആ ഒരു പർപ്പിൾ കളറും ഗ്രീൻ കളറും ഒക്കെ ചേർന്ന ആ ഒരു മയിൽപീലി പോലെ, അല്ലെങ്കിൽ അതിന്റെ ആ തൂവലുകൾ പോലെയുള്ള വസ്ത്രങ്ങൾ നെയ്ത്തുകാർ രാത്രിയിൽ നെയ്യുന്നു. അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ അവർ രാത്രിയിൽ നെയ്യുന്നു. എന്തിനാണത്? We weave the marriage veils of a queen ഇല്ലേ, ഒരു രാജ്ഞിയുടെ എന്താ വിവാഹത്തിന് മൂടുപടം നെയ്യുന്നു. മയിലിന്റെ പീലി പോലെ കളറിലും അത്രയും ബ്രൈറ്റിലും അവർ ആ രാജ്ഞിക്ക് മൂടുപടം നെയ്യുകയാണ് രാത്രിയിൽ. അത് കാണിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ആ ഒരു നല്ല കാലം ഇല്ലേ, നമ്മുടെ മാരേജ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു യൗവന കാലഘട്ടത്തിലെ ആ ഒരു സുവർണ കാലം, അതാണ് ഇവിടെ നമുക്ക് ആ ബ്രൈറ്റ്നെസ്സും ആ കളറും മയിൽപീലി പോലെയുള്ള വർണ്ണാഭമായ നമ്മുടെ ജീവിതത്തിന്റെ ആ നല്ല കാലമാണ് ഇവിടെ കവയത്രി ചിത്രീകരിക്കുന്നത്. അടുത്ത നോക്കിക്കേ, weavers weaving a Solomon and still, what do you weave in the moonlight chill? White as feather and white as a cloud, we weave a dead man's funeral shawl. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് സോളമൻ. ഇതാണ് സോളമൻ, SOLEM. സോളമൻ വേർഡ് മീനിങ് എന്താ നോക്കിക്കേ, വെരി സീരിയസ്. അപ്പൊ അവർ എന്ത് ചെയ്യുന്നു? weavers weaving Solomon and still ഇല്ലേ, നെയ്ത്തുകാരൻ വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തോടു കൂടി ഇല്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? വസ്ത്രങ്ങൾ നെയ്യുന്നു. വാട്ട് ഡു യു വേവ് ഇൻ ദ മൂൺലൈറ്റ് ചിൽ? മൂൺലൈറ്റ് ചില്ലിൽ ആ ഒരു നിലാവിന്റെ ആ ഒരു തണുപ്പില് എന്തിനാണ് അദ്ദേഹം നെയ്ത്തുകാരിട്ട് ഇങ്ങനെ വസ്ത്രങ്ങൾ നെയ്യുന്നത്? എന്തിനാണ്? വൈറ്റ് ആസ് എ ഫെദർ ആൻഡ് വൈറ്റ് ആസ് എ ക്ലൗഡ് ഇല്ലേ, തൂവൽ, വെള്ള തൂവലുകൾ പോലെ, അല്ലെങ്കിൽ അതുപോലെ വെള്ള നമ്മുടെ മേഘങ്ങൾ പോലെയുള്ള വസ്ത്രങ്ങൾ അല്ലേ, വെള്ള തൂവൽ പോലെ അല്ലെങ്കിൽ തൂവെള്ള മേഘം പോലെയുള്ള വസ്ത്രങ്ങളാണ് അദ്ദേഹം നെയ്യുന്നത്. നെയ്ത്തുകാര് ഈ തണുപ്പുള്ള നിലാവിൽ അവരിലെ നെയ്യുന്നത്, നിലാവിന്റെ ആ തണുപ്പിൽ അവര് നെയ്യുന്നു. അപ്പൊ അവർ എന്തിനാണ് നെയ്യുന്നത്? ആ ഒരു മനുഷ്യന്റെ ആ ഒരു ഫ്യൂണറല്ലേ, ശവസംസ്കാരത്തിൽ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് അവരുടെ ദേഹത്ത് മൂടാനുള്ള വെള്ള വസ്ത്രങ്ങളാണ്
നെയ്ത്തുകാരൻ ആ നിലാവിന്റെ തണുപ്പിലിരുന്ന് നെയ്യുന്നത്. അപ്പൊ അതെന്താ കാണിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു അവസാന കാലഘട്ടം ഇല്ലേ, മരണ സമയത്ത് നമ്മളെ വെള്ള വസ്ത്രം പുതപ്പിച്ചാണ് കിടത്തുന്നത്. അപ്പൊ ആ ഒരു ഇതാണ് ആ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തെയാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് വേർഡ് ആണ് ഷൗട്ട്. എന്താണ്? SHROUT. ഷൗട്ട് വേർഡ് മീനിങ് എന്താന്ന് നോക്കിക്കേ. A cloth used to wrap a dead person for a burial or funeral. എന്താണ്? നമ്മളൊരു ആഭരണം, ഷൗട്ട് എന്ന് വെച്ചാൽ ഒരു ആഭരണം, അതായത് മരിച്ച ആളെ അല്ലേ ശവസംസ്കാരത്തിലോ അല്ലെങ്കിൽ നമ്മൾ ശ്മശാനത്തിലോ പൊതിയാനായിട്ട് ഉപയോഗിക്കുന്ന തുണിയാണ്, അല്ലെങ്കിൽ ആ ഒരു ആവരണത്തെ നമ്മൾ ഷൗട്ട് എന്ന് പറയുന്നത്. എന്താണ് വേർഡ് മീനിങ്? A cloth used to wrap a dead person for a burial or funeral. ഒരു ശവസംസ്കാരത്തിലോ അല്ലെങ്കിൽ ഒരു ശ്മശാനത്തിലോ ഒരു മരിച്ച വ്യക്തിയെ നമ്മൾ മൂടാൻ അല്ലെങ്കിൽ പൊതിയാൻ ഉപയോഗിക്കുന്ന ആവരണം തുണിയാണ് ഷൗട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ 3 കാലഘട്ടത്തെ അല്ലെങ്കിൽ ആ ഒരു 3 അവസ്ഥകളെ ആ ലൈഫ് സൈക്കിളാണ് ഇവിടെ നമ്മളോട് കവിത്രി ഈ ഒരു കുറെ തൂവലുകൾ പോലെയും അല്ലേ ആ ഒരു രീതിയിൽ ഇവിടെ ഉപമിച്ച് നമ്മളോട് കാണിക്കുന്നത്. ആദ്യം എന്താ, ഒരു കുഞ്ഞ് ജനിക്കുന്ന കാര്യം പറയുന്നു. എന്താണ്? വസ്ത്രങ്ങൾ നെയ്യുകയാണ്, നവജാത ശിശുവിന് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ നെയ്യുന്നത്. എങ്ങനെയുള്ള? ഹാൽസിയോൺ പക്ഷിയുടെ ബ്ലൂ വിങ്സ് പോലെയുള്ള നീല ചിറകുകൾ പോലെയുള്ള വസ്ത്രങ്ങളാണ് നമ്മുടെ ആദ്യം നവജാത ശിശുവിന് വേണ്ടിയിട്ട് നെയ്ത്തുകാർ നെയ്യുന്നത്. അതിനുശേഷം എന്താണ്? ഒരു രാജ്ഞിയുടെ വിവാഹത്തിനായിട്ടുള്ള മൂടുപടം നെയ്യുന്നു അവര്. അതായത് ഒരു മയിലിന്റെ പീലി പോലെ വർണ്ണാഭമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള, അതെന്താ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു നല്ല കാലഘട്ടം അല്ലേ, നമ്മുടെ യൗവനം ആയാലും അതുമായിട്ട് ബന്ധപ്പെട്ട കാലഘട്ടമാണ് അവിടെ കാണിക്കുന്നത്. പിന്നെന്താണ് ചെയ്യുന്നത്? ഒരു മൂൺലൈറ്റ് ചിൽ, അതായത് ഒരു നിലാവിന്റെ തണുപ്പിലിരുന്ന് നമ്മുടെ എന്ത് ചെയ്യുന്നു? നെയ്ത്തുകാർ വസ്ത്രങ്ങൾ നെയ്യുക. അതെങ്ങനെയുള്ള വസ്ത്രങ്ങളാണ്? തൂവെള്ള മേഘങ്ങൾ പോലെ ഇല്ലേ, അല്ലെങ്കിൽ തൂവലുകൾ പോലെയുള്ള വസ്ത്രങ്ങളാണ് നെയ്യുന്നത്. അതെന്താ കാണിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു അവസാന കാലഘട്ടം, മരണം. നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ ദേഹത്ത് മൂടാനുള്ള അല്ലെങ്കിൽ പൊതിയാനുള്ള വെള്ള വസ്ത്രങ്ങളാണ് അവര് നെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ മരണ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കുഞ്ഞു പോയാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ ന്യൂ വേർഡ് പഠിച്ചു? ഗേയുടെ മീനിങ് എന്താ? വെരി ഹാപ്പി ആൻഡ് കെയർ ഫ്രീ. നെക്സ്റ്റ് ഹാൽസിയോൺ. ഹാൽസിയോൺ എന്ന് വെച്ചാൽ വേർഡ് മീനിങ് എന്താ? A mythical bird, a blue colored bird that resembles a kingfisher. അല്ലേ, കിങ്ഫിഷർ പോലെയുള്ള നമ്മൾ കിങ്ഫിഷറുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു പുരാണ പക്ഷിയാണ് ഹാൽസിയോൺ എന്ന് പറയുന്നത്. ഇനി പ്ലൂംസ് എന്ന് വെച്ചാൽ എന്താണ് വേർഡ് മീനിങ്? ഫെദേഴ്സ് അല്ലേ, തൂവലുകൾ. സോൾമൻ എന്ന് വെച്ചാൽ വെരി സീരിയസ് അല്ലേ, വളരെ ഗുരുതര അല്ലെങ്കിൽ എന്താ വളരെ ഗൗരവം എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ ഷൗട്ട് വേർഡ് മീനിങ് എന്താ? A cloth used to wrap a dead person for a burial or a funeral. അപ്പോൾ ഒരു ഫ്യൂണറൽ അല്ലെങ്കിൽ ഒരു ശവസംസ്കാരത്തിലോ അല്ലെങ്കിൽ ഒരു ശ്മശാനത്തിലോ ഒക്കെ മരിച്ച വ്യക്തിയെ പൊതിയാനുള്ള ഒരു ആവരണം അല്ലെങ്കിൽ തുണിയാണ് നമ്മൾ ഷൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പോയം കഴിഞ്ഞിരിക്കുകയാണ്. പോയം റൈറ്റ് ചെയ്തത് ആരാ? സരോജിനി നായിഡു. അപ്പൊ നമുക്കിനി ടെക്സ്റ്റിന്റെ ബാക്കിലുള്ള ആ ഒരു എക്സസൈസിലോട്ട് പോകാം. ഫസ്റ്റ് നോക്കിക്കേ, ഓൺ ദ ബേസിസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പോയം സെലക്ട് ചെയ്ത കറക്റ്റ് ഓപ്ഷൻസ്. നമുക്കൊരു ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷനും തന്നേക്കുന്നു. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ വ്യൂവേഴ്സ് ആർ wearing blue colored cloth at sunrise as it signifies. അപ്പോൾ നമ്മൾ പറഞ്ഞു നീല നിറത്തിലുള്ള വസ്ത്രങ്ങള് ഈ സൂര്യോദയത്തിൽ അല്ലേ, സൂര്യോദയത്തിൽ നെയ്ത്തുകാർ നെയ്യുന്നു എന്ന് പറഞ്ഞു. ഒരു പകൽ സമയത്ത് അല്ലെങ്കിൽ രാവിലെ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ നെയ്ത്തുകാർ നെയ്യുന്നു എന്ന് പറഞ്ഞു. അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ദ ബർത്ത് ഓഫ് എ ബേബി ബോയ്, ഒരു ആൺകുട്ടിയുടെ അല്ലേ ജനനം. ദ ബർത്ത് ഓഫ് എ ന്യൂ ഡേ, ഒരു പുതിയ ദിവസത്തിന്റെ തുടക്കം. The joy and cheer that the birth of a newborn baby brings. ഇപ്പൊ എന്താണ് നമ്മുടെ ആൻസർ? എന്താ? ഓപ്ഷൻ സി ആണ്. എന്താ ഓപ്ഷൻ സിയിൽ പറയുന്നത്? എന്താ? The joy and cheer that the birth of a newborn baby brings. അപ്പോൾ ഒരു നവജാത ശിശുവിന്റെ ജനനം നൽകുന്ന സന്തോഷം, അതാണ് നമ്മുടെ ആ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ നീല കളറിലുള്ള വസ്ത്രങ്ങൾ നെയ്ത്തുകാർ നെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ്? ഓപ്ഷൻ സി, the joy and cheer that the birth of a newborn baby brings. ഇല്ലേ, ഒരു നവജാത ശിശുവിന്റെ ജനനം നൽകുന്ന സന്തോഷം, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താ നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. In the second stanza, the words marriage veils of the queen refers to. അതായത് നമ്മുടെ രണ്ടാമത്തെ ആ സ്റ്റാൻസയിലെ രണ്ടാമത്തെ വരികളിൽ എന്താണ് പറയുന്നത്? The words marriage veils of the queen, അതായത് നമ്മൾ പറഞ്ഞു രാജ്ഞിയുടെ വിവാഹത്തിന് ഉള്ള ആ ഒരു മൂടുപടം നെയ്യുന്നു എന്ന് പറഞ്ഞു. അതെന്താ സൂചിപ്പിക്കുന്നത്? The bridal veil worn by the queen.
ക്യൂൺ, അതായത് ആ രാജ്ഞി ധരിക്കുന്ന ആ ഒരു എന്താ ബ്രൈഡൽ ആയിട്ടുള്ള ആ ഒരു വെയിലിനെയാണോ? The youthful spirit of humans, the golden time of life full of vibrant colors and energy. അതെന്താണ്? നമ്മുടെ മനുഷ്യരുടെ യൗവനം അല്ലേ, ചൈതന്യം, ഊർജ്ജസ്വലമായിട്ടുള്ള നിറങ്ങള്, അതുപോലെ തന്നെ ഊഷ്മളവും ഒക്കെ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ നല്ല കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ, ഒരു ആഘോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്താ നമ്മൾ പറഞ്ഞില്ലേ, രാജ്ഞിയുടെ വിവാഹത്തിന് വേണ്ടിയുള്ള മൂടുപടം വർണ്ണാഭം, അത്രയും ബ്രൈറ്റ്നെസ്, മയിൽപീലികൾ പോലെ വർണ്ണാഭമായിട്ടുള്ള മൂടുപടമാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു, നെയ്ത്തുകാരൻ നെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു നല്ല കാലഘട്ടം അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി. ദ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഓഫ് ഹ്യൂമൻസ്, ദ ഗോൾഡൻ ടൈം ഓഫ് ലൈഫ് ഫുൾ ഓഫ് വൈബ്രന്റ് കളേഴ്സ് ആൻഡ് എനർജി. അപ്പൊ നമ്മൾ അത്രയും അല്ലേ എന്താ നിറങ്ങളും ഊർജ്ജസ്വലതയും നമുക്ക് എന്താണ് യൗവനവും ചൈതന്യവും ഒക്കെ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ നല്ല കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. Third question നോക്കിക്കേ. The phrase moonlight chill in the third stanza refers to. മൂന്നാമത്തെ ആ ഒരു വരികളിൽ നമ്മൾ എന്താ പറയുന്നത്? മൂൺലൈറ്റ് ചിൽ എന്ന് പറഞ്ഞു അല്ലേ. അതെന്താ സൂചിപ്പിക്കുന്നത്? മൂൺലൈറ്റ് ചിൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ അതെന്താ സൂചിപ്പിക്കുന്നത്? The cold evening, തണുത്ത സായാഹ്നമാണോ? The coldness due to the moon, ചന്ദ്രൻ ഉണ്ടാക്കുന്ന ആ ഒരു തണുപ്പിനെയാണോ? The emotions of sadness of losing someone, എന്താണ് ഇതിനെ നമുക്ക് ആരെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദുഃഖത്തിന്റെ അല്ലെ, ആ ഒരു ദുഃഖത്തെയാണോ, ആ ദുഃഖ വികാരത്തെയാണോ സൂചിപ്പിക്കുന്നത്? എന്തിനാ സൂചിപ്പിക്കുന്നത്? മൂൺലൈറ്റ് ചിൽ എന്ന് വെച്ചാൽ എന്താ? ഓപ്ഷൻ സി ആ. The emotion of sadness of losing someone, ആരെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ആ ഒരു വേദന, ആ ഒരു ദുഃഖത്തെയാണ് അവിടെ മൂൺലൈറ്റ് ചിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? The weavers were weaving blue colored cloth at sunrise as it signifies. എന്താ അതിന്റെ ആൻസർ? ഓപ്ഷൻ സി. The joy and cheer that birth of a newborn baby brings. Second question എന്തായിരുന്നു? In the second stanza, the word marriage waves of the tune refer to. എന്താ? ഓപ്ഷൻ ബി ആണ്. The youthful spirit of humans, the golden time of life full of vibrant colors and energy. Third question എന്താ? The phrase moonlight chill in the third stanza refers to. എന്താ refers ചെയ്യുന്നത്? എന്താണ്? The emotions of sadness of losing someone. Okay. അപ്പോൾ നമുക്കിനി ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ ബ്രീഫ് അതിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Still chill is a pair of rhyming words. Name 3 such pair from the poem. So chill, still. ഇല്ലേ, അവിടെ രണ്ടിടത്ത് എന്തോട്ട് പ്രാസ, രണ്ട് വേർഡ്സിന്റെയും എന്താ പ്രാസമുള്ള വേർഡ്സ് ആണ് സ്റ്റിൽ, ചിൽ എന്ന് പറയുന്നത്. സ്റ്റിൽ, ചിൽ കണ്ടോ, രണ്ടിടത്ത് പറയുമ്പോൾ ലാസ്റ്റ് എന്താ? ചിൽ, സ്റ്റിൽ. അപ്പൊ അതുപോലെ വേറെ പ്രാസമുള്ള വേർഡ്സുകൾ നമ്മുടെ ഈ പോയത്തിലുണ്ട്. അത് ഏതൊക്കെയാ നിങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞേ. നമുക്ക് എന്ത് പറയാം? ഡേ, ഗേ. രണ്ടിടത്തും സെയിം പ്രാസമല്ലേ വരുന്നത്? ഡേ, ഗേ. ഓക്കെ, അതുപോലെ ഇനി പ്രാസമുള്ള വേർഡ്സ് നമ്മുടെ പോയത്തിലുണ്ട്. ഏതൊക്കെയാണ്? വൈൽഡ്, ചൈൽഡ്. നിങ്ങൾ നോക്കിയാൽ മതി. ഏതാണ്? വൈൽഡ്, ചൈൽഡ്. അത് ഒരേപോലെ വരുന്നില്ലേ പ്രാസം? വൈൽഡ്, ചൈൽഡ്. നെക്സ്റ്റ് വേർഡ് നമുക്ക് ഏത് പറയാം? നൈറ്റ്, ബ്രൈറ്റ്. ഏത് പറയാം നമുക്ക്? നൈറ്റ്, ബ്രൈറ്റ്. കണ്ടോ? അപ്പം റൈമിംഗ് വേർഡ്സ് ഈ പോയത്തിന് എഴുതാൻ പറഞ്ഞാൽ ഏതൊക്കെ എഴുതാം? ഡേ, ഗേ, ചൈൽഡ്, വൈൽഡ്, നൈറ്റ്, ബ്രൈറ്റ്, സ്റ്റിൽ, ചിൽ. ഇത്രയും റൈമിംഗ് വേർഡ്സ് നമുക്ക് ഈ പോയത്തിൽ നിന്ന് പറയാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. As you read the poem, you see that one is asking the question and another is answering. Who do you think is asking and who is answering? അപ്പോൾ എന്താണ് ഈ പറയുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ? അതായത് നമ്മൾ ഈ പോയം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുക ഇല്ലേ, എന്താണ്? Weavers weaving at a break of day, why do you weave a garment so gay? എന്നുള്ള ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുക. ആരോ ഒരാൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, തിരിച്ചാരോ അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നു ഇല്ലേ. Blue as the wing of a halcyon white, we weave the robes of a newborn child. അപ്പൊ എന്തിനാണ് നിങ്ങൾ ഈ പകൽ സമയത്ത് അല്ലെങ്കിൽ ദിവസത്തിന്റെ തുടക്കത്തിൽ ഈ ഇത്രയും എന്താ വെരി ഹാപ്പി ആയിട്ട് വസ്ത്രം നെയ്ത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എന്താ റിപ്ലൈ കൊടുക്കുന്നത്? ഒരു നവജാത ശിശുവിന് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഒരാൾ ആൻസർ ചോദിക്കുകയും തിരിച്ചൊരു റിപ്ലൈ കൊടുക്കുന്ന രീതിയിലാണ് ഈ പോയം. അപ്പൊ ഇവിടെ ആരാണ് ചോദ്യം ചോദിക്കുന്നത്, ആരാണ് തിരികെ റിപ്ലൈ കൊടുക്കുന്നത്? ആരായിരിക്കും ചോദ്യം ചോദിക്കുന്നത്? The poetess is asking. അല്ലേ, ഇവിടുത്തെ കവിയത്രിയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്.
നെയ്ത്തുകാർ തിരിച്ച് ആൻസർ കൊടുക്കുന്നു. ആ ഒരു രീതിയിലാണ് ഈ പോയം മുന്നോട്ട് പോകുന്നത്. പോയറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വീവേഴ്സ് തിരിച്ച് അല്ലേ നെയ്ത്തുകാർ തിരിച്ച് ആൻസർ കൊടുക്കുന്നു. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന് നമ്മുടെ ആൻസർ എന്താണ്? The poetess is asking and the weavers are answering. പോയറ്റ് കവയത്രി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വീവേഴ്സ് തിരിച്ച് ആൻസർ കൊടുക്കുന്നു. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. What time of the day is it when the weavers are weaving the colorful waves? Which word or phrase tells you about the time? ഇപ്പൊ എന്താണ്, ഇപ്പൊ ഏത് സമയത്താണ് ഈ കളർഫുൾ ആയിട്ടുള്ള മൂടുപടങ്ങള് നമ്മുടെ ഈ നെയ്ത്തുകാർ നെയ്യുന്നത്? അപ്പൊ അത് പറയാൻ ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സ്, അത് നമ്മളോട് പറയാൻ ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സ് ഏതാണ്? At dusk, break of day, fall of night, moonlight chill. അല്ലേ? അപ്പൊ എന്താണ്, പല സമയത്താണ് നമ്മുടെ നെയ്ത്തുകാർ വസ്ത്രങ്ങൾ നെയ്യുന്നത്. At dusk, break of the day, ദിവസത്തിന്റെ ഇടവേളകളില്, അതുപോലെ തന്നെ fall of night, moonlight chill. ഈ സമയങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു നെയ്ത്തുകാർ വസ്ത്രങ്ങൾ നെയ്യുന്നതിനാണ് ഈ പോയത്തില് പറയുന്നത്. അടുത്ത കണ്ടോ സെക്ഷൻ സി. ആൻസർ ദ ഫോളോയിങ് ഇൻ ഡീറ്റെയിൽ. നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The different colors in the poem indicate different moods and emotions. ഇല്ലേ, ഈ കവിതയില് പല കളർ പറയുന്നുണ്ട്. ബ്ലൂ പറയുന്നുണ്ട്, ഗ്രീൻ ആൻഡ് പർപ്പിൾ പറയുന്നുണ്ട്, വൈറ്റ് പറയുന്നുണ്ട്. അങ്ങനെ പല കളർ ഈ കവിതയിലൂടെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഈ പല കളറുകൾ എന്താ സൂചിപ്പിക്കുന്നത്? എന്താ? ഡിഫറെന്റ് മൂഡ്സ് ആൻഡ് ഇമോഷൻസ്. ഇല്ലേ, പല പല മൂഡ്സും വികാരങ്ങളുമാണ് ഈ പല പല കളറിലൂടെ ഈ കവിതയിലൂടെ നമ്മൾ പറയുന്നത്. Make a list of the colors and the emotions represented by them. അപ്പൊ ഈ പോയത്തിൽ പറയുന്ന കളറുകൾ ഏതൊക്കെയാണ്, അതിലൂടെ എന്തൊക്കെ വികാരങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് എന്നുള്ള നമ്മൾ എഴുതണം. അപ്പൊ ഈ കവിതയിൽ നമ്മൾ ഏതൊക്കെ കളറിന്റെ കാര്യം പറഞ്ഞു? ഏതൊക്കെ പറഞ്ഞു? ബ്ലൂ പറഞ്ഞു അല്ലേ? ബ്ലൂ എന്തിനെയൊക്കെ സൂചിപ്പിക്കുകയാണ്? ജോയ്, ചീർ ആൻഡ് ന്യൂ ബിഗിനിങ്. അതായത് നമ്മുടെ സന്തോഷവും ആ ഒരു ആഹ്ലാദവും അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം ഒക്കെയാണ് ബ്ലൂ കളറിലൂടെ ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പർപ്പിൾ ആൻഡ് ഗ്രീൻ കളർ പറഞ്ഞു അല്ലേ? മയിൽപ്പീലിയുടെ കളർ പർപ്പിൾ ആൻഡ് ഗ്രീൻ കളർ പറഞ്ഞു. അതിലൂടെ എന്ത് ഇമോഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്? വൈബ്രൻസി, നമുക്കുണ്ടാകുന്ന ആ ഒരു ചടുലത, അതുപോലെ തന്നെ എനർജി, ഊർജം, പ്രോസ്പെരിറ്റി, നമ്മുടെ ആ ഒരു സമൃദ്ധി, ഡ്രീംസ്, നമ്മുടെ ആ ഒരു സ്വപ്നം അല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ ഇടവേളയിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ വൈറ്റ് കളർ പറഞ്ഞു അല്ലേ? മേഘങ്ങൾ പോലെ, തൂവെള്ള മേഘങ്ങൾ പോലെ, തൂവെള്ള ചിറകുകൾ പോലെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? സോറോ, ഗ്രീഫ്, ക്വൈറ്റ്, സോളമൻ. അതായത് നമ്മുടെ ആ ഒരു വളരെ എന്താണ് നമ്മൾ വളരെ ഗംഭീരം അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ദുഃഖവും, അതൊക്കെയാണ് നമ്മുടെ വൈറ്റ് കളറിലൂടെ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Why are the weavers Solomon and chill at moonlight? അല്ലേ, എന്തുകൊണ്ടാണ് നമ്മുടെ വീവേഴ്സ് ആ ഒരു വളരെ സീരിയസ് ആയിട്ടും മൂൺലൈറ്റിന്റെ ആ ഒരു ചന്ദ്രന്റെ ആ ഒരു തണുപ്പില് നെയ്യുന്നതെന്ന് നമ്മൾ ചോദിച്ചാണ്. അപ്പൊ അതെന്തുകൊണ്ടാ? The weavers are now weaving a white cloth representing the death of human being. ഇല്ലേ, ഒരു മനുഷ്യന്റെ മരണത്തെയാണ് ഈ വൈറ്റ് ക്ലോത്ത് നെയ്യുന്നതിലൂടെ, വെള്ള വസ്ത്രങ്ങൾ നെയ്യുന്നതിലൂടെ വീവേഴ്സ് കാണിച്ചു തരുന്നത്. ഇറ്റ് ഈസ് എ മൊമെന്റ് ഓഫ് സോറോ ആൻഡ് ഗ്രീഫ്. ഇല്ലേ, വളരെ ദുഃഖം നിറഞ്ഞ ഒരു അവസ്ഥയാണ് ഒരു മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത്. They are thoughtful and serious. അത് അത്രയ്ക്കും നമ്മൾ ചിന്തിക്കേണ്ട അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. The cold night refers to the end of human life. ആ ഒരു തണുത്ത രാത്രി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനം, the end of human life. അപ്പൊ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എങ്ങനെ എഴുതും? The weavers are now weaving a white cloth representing the death of a human being. ഒരു മനുഷ്യന്റെ മരണത്തെയാണ് വെള്ള വസ്ത്രങ്ങൾ നെയ്തുകൊണ്ട് നമ്മുടെ ഈ വീവേഴ്സ് സൂചിപ്പിക്കുന്നത്. It is a moment of sorrow and grief. They are thoughtful and serious. The cold night refers to the end of human life. ഒരു ജീവിതത്തിന്റെ അവസാനം, മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനമാണ് ഈ കോൾഡ് നൈറ്റ്, തണുത്ത രാത്രി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയോ അതിന്റെ എക്സസൈസും എന്ന് പറയുന്നത്. നമ്മൾ ഏത് പോയോ പഠിച്ച? ഇന്ത്യൻ വീവേഴ്സ്, സരോജിനി നായിഡുവിന്റെ എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലൈഫ് സൈക്കിൾ, ജീവിതചക്രം, ആ ഒരു പല ഘട്ടത്തിലെ ഒരു മരണം, ഒരു ജനനം, അതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു കാലഘട്ടം, ഒരു മരണം. അതാണ് നെയ്ത്തുകാര് പല സമയങ്ങളിൽ പല വസ്ത്രങ്ങൾ നെയ്തുകൊണ്ട് നമുക്ക് ഈ കവിതയിലൂടെ കാണിച്ചു തരുന്നത്. ഏതൊക്കെ ന്യൂ വേർഡ് നമ്മൾ പഠിച്ചു? ഗേ പഠിച്ചു. ഗേയുടെ വെഡ് മീനിങ് എന്തായിരുന്നു? വെരി ഹാപ്പി ആൻഡ് കെയർ ഫ്രീ. പിന്നെ നമ്മൾ ഹാൽസിയോൺ
കിങ് ഫിഷർ. അതായത് ഒരു പുരാണ പക്ഷിയാണ്, അതുപോലെ തന്നെ എന്താ ഒരു നീല കളറുള്ള പക്ഷിയാണ്. നമ്മുടെ കിങ് ഫിഷറുമായിട്ടുള്ള എന്താ കിങ് ഫിഷറിനെ പോലെ തന്നെ ഒരു നീല കളറുള്ള ഒരു പക്ഷിയാണ്. പിന്നെ പ്ലൂംസ് എന്ന് വെച്ചാൽ എന്താ ഫെദേഴ്സ്, തൂവലുകൾ. സോളമൻ എന്ന് വെച്ചാൽ വെരി സീരിയസ് അല്ലെ, വളരെ ഗുരുതരമായ. ഷൗഡ് എന്ന് വെച്ചാൽ എ ക്ലോത്ത് യൂസ്ഡ് ടു wrap a dead person for a burial or funeral. ഒരു മനുഷ്യന്റെ ആ ശവസംസ്കാരത്തിലോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എന്താണ് ശ്മശാനത്തിലോ ഒക്കെ ആ മനുഷ്യനെ പൊതിയാൻ ഉപയോഗിക്കുന്ന വെള്ളവസ്ത്രം, ആവരണമാണ് ഷൗഡ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ന്യൂ വേർഡ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു. ഈ ന്യൂ വേർഡ്സ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം, എന്നിട്ട് അതിന്റെ മീനിങ് പഠിക്കുക, സ്പെല്ലിങ്ങും പഠിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതി എടുക്കുക. ഈ സെയിം നോട്ട്സ് തന്നെ നിങ്ങളുടെ കോപ്പിറൈറ്റ് ബുക്കിൽ എഴുതണം. ഈ 2 നോട്ട്സും ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. പിന്നെ റീഡ് ചെയ്യുന്ന സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി കുറച്ച് മാത്സ് പഠിക്കാം. മാത്സിൽ നമ്മൾ പുതിയ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് ക്വാഡ്രിലാറ്ററൽസ്. നമ്മൾ ക്വാഡ്രിലാറ്ററൽസ് എന്താണ് നമ്മൾ പോളിഗൺ പഠിച്ച സമയത്തൊന്ന് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ക്വാഡ്രിലാറ്ററൽസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? 4 സൈഡുള്ള പോളിഗണിനെയാണ് നമ്മൾ എന്താന്ന് വിളിച്ചത്? ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നതിൽ ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം. അപ്പൊ 4 സൈഡുകളുള്ള പോളിഗണിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇനി ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്താണ് ക്വാഡ്രിലാറ്ററൽ നമുക്കൊന്ന് നോക്കാം. A simple closed figure bounded by 4 line segment is called a quadrilateral. അതെന്താണ്? ഒരു സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ 4 ലൈൻ സെഗ്മെന്റുകളാൽ രൂപം കൊള്ളുന്ന 4 ലൈൻ സെഗ്മെന്റുകളുള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. എന്താണ് ക്വാഡ്രിലാറ്ററൽ? A simple closed figure bounded 4 line segment. 4 ലൈൻ സെഗ്മെന്റുകളുള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. നോക്കിക്കേ, in the adjacent figure ABCD is a quadrilateral. ഈ നമ്മുടെ ടീച്ചർ ബോർഡിൽ വരച്ചിരിക്കുന്ന പിക്ചർ കണ്ടോ? ഈ ABCD എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ABCD എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ക്വാഡ്രിലാറ്ററൽ ABCD half. അതായത് ABCD എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററലിന് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ? 4 vertices. അതായത് എല്ലാത്തിലും പറയുന്നത് പോലെ 4 vertices ഉണ്ട്. ഇതിന് 4 vertices ഉണ്ട്. ഏതൊക്കെയാണ് vertices? നിങ്ങൾ പറഞ്ഞാൽ ടീച്ചറിന് A B C D അങ്ങനെ ഇവിടെ എത്ര vertices ഉണ്ട്? 4 vertices ഈ നമ്മുടെ ക്വാഡ്രിലാറ്ററലിൽ ഉണ്ട്. ഉണ്ട് 4 എണ്ണം. അതുപോലെ തന്നെ 4 sides, namely 4 സൈഡുകളുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ആ സൈഡുകൾ പറഞ്ഞേ? AB 4 sides ഉണ്ട്. ഏതൊക്കെയാണ് ആ സൈഡ്? AB ഉണ്ട്, BC ഉണ്ട്, പിന്നെ CD ഉണ്ട്, AD ഉണ്ട്. അതുപോലെ 4 സൈഡുകൾ നമ്മുടെ ക്വാഡ്രിലാറ്ററലിനുണ്ട്. പിന്നെ എന്തുകൊണ്ട് നോക്കിക്കേ, 4 angles, 4 അല്ലേ കോണുകളുണ്ട്. 4 angles ഇതിനുണ്ട്. ഏതൊക്കെയാണ് ആംഗിൾസിന്റെ പേര് നിങ്ങളൊന്ന് പറഞ്ഞേ? ആംഗിൾ ഏതാണ്? DAB. ആംഗിൾ DAB എന്ന് പറയുന്ന ആംഗിൾ ഈ ക്വാഡ്രിലാറ്ററലിലുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ ABC എന്ന് പറയുന്ന ആംഗിൾ ഉണ്ട്. പിന്നെ ഉണ്ട് BCD, ആംഗിൾ BCD എന്ന് പറയുന്ന ആംഗിൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഏതുണ്ട്? CDA, ആംഗിൾ CDA. അങ്ങനെ 4 ആംഗിൾസ് ഉണ്ട്. അപ്പൊ ഒരു ചതുർഭുജം അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററലിന് 4 vertices ഉണ്ട്, 4 sides ഉണ്ട്, 4 angles ഉണ്ട്. പിന്നെ നോക്കിക്കേ, ഈ ഓരോ ആംഗിൾസിനെയും അതായത് ആംഗിൾ ABC, ആംഗിൾ ABC, ആംഗിൾ BCD, ആംഗിൾ DAB അങ്ങനെ പറയുന്ന ഈ 4 ആംഗിൾസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ D. അപ്പോൾ 4 ആംഗിൾ ഉണ്ട് ഒരു ക്വാഡ്രിലാറ്ററലിന്. 4 angles ഉണ്ട്, 4 sides ഉണ്ട്, 4 vertices ഉണ്ട്. പിന്നെ നോക്കിക്കേ, 2 diagonals, namely AC and BD. Diagonals എന്തൊക്കെയാണ്? Diagonal എന്താണെന്ന് നമ്മൾ പഠിച്ചതാ. അപ്പൊ ഈ ഒരു എന്താ ക്വാഡ്രിലാറ്ററലിന് 2 diagonals ഉണ്ട്. ഏതൊക്കെയാ? AD എന്ന് പറയുന്ന ഈ ഒരു ഡയഗണലും പിന്നെ BD എന്ന് പറയുന്ന ഈ ഒരു ഡയഗണലും. ആ 2 diagonalsഉം ഈ നമ്മുടെ ഈ ക്വാഡ്രിലാറ്ററലിന് ഉണ്ട്.
ഇപ്പൊ എന്താണ് ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ നമ്മളെന്ത് പറയാം, 4 സൈഡുള്ള പോളിഗണിനെയാണ് ക്വാഡ്രിലാറ്ററൽ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പൊ ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ എഴുതാം? A simple closed figure bounded by 4 line segment അല്ലേ, 4 ലൈൻ സെഗ്മെന്റുകളോട് കൂടിയ ഒരു സിമ്പിൾ ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിന് 4 വെർട്ടിസസ് ഉണ്ട്, 4 സൈഡ് ഉണ്ട്, 4 ആംഗിൾ ഉണ്ട്, 2 ഡയഗണൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ഡയഗണൽസ്? AC, BD. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് അഡ്ജസന്റ് സൈഡ്സ് എന്നാണ്. നോക്കിക്കേ, two sides of a quadrilateral which have a common end point are called its adjacent sides. അതായത് ക്വാഡ്രിലാറ്ററലിന്റെ 2 സൈഡ്, ഏതെങ്കിലും 2 സൈഡ് എടുക്കുകയാണെങ്കിൽ ആ 2 സൈഡിന്റെയും എൻഡ് പോയിന്റ് എന്തായിരിക്കും? അവർക്ക് രണ്ടുപേർക്കും കോമൺ എൻഡ് പോയിന്റ് ആയിരിക്കും. അതായത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഏതെങ്കിലും 2 സൈഡ് എടുക്കുകയാണെങ്കിൽ ആ 2 സൈഡിന്റെയും എൻഡ് പോയിന്റ് കോമൺ ആണെങ്കിൽ അങ്ങനെയുള്ള സൈഡ്സിനെയാണ് നമ്മൾ അഡ്ജസന്റ് സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ അഡ്ജസന്റ് സൈഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു ക്വാഡ്രിലാറ്ററലിന്റെ 2 സൈഡ് എടുക്കുകയാണെങ്കിൽ ആ 2 സൈഡിന്റെയും എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിരിക്കും. അങ്ങനെയുള്ള സൈഡിനെയാണ് നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഈ ഒരു പിക്ചറിൽ ഏതൊക്കെയായിരിക്കും അങ്ങനെയുള്ള അഡ്ജസന്റ് സൈഡ്? ഏതൊക്കെയാണ്? AB, BC അല്ലേ? AB നോക്കിക്കേ, AB, BC എന്ന് പറയുന്നത് 2 അഡ്ജസന്റ് സൈഡാണ്. കാരണം അതിന് രണ്ടിന്റെയും എൻഡ് പോയിന്റ് കോമൺ ആണ്. അതുപോലെ തന്നെ ഏതുണ്ട്? BC, CD. BC എന്ന് പറയുന്ന ഇതും CD എന്ന് പറയുന്ന 2 സൈഡ്, ആ 2 സൈഡിന്റെ എൻഡ് പോയിന്റ് കോമൺ ആണ്. അപ്പൊ അത് രണ്ടും എന്താണ്? ഈ ക്വാഡ്രിലാറ്ററലിന്റെ അഡ്ജസന്റ് സൈഡ് ആണ്. അതുപോലെ പിന്നെ ഏതുണ്ട്? CD, DA അല്ലേ? CD എന്ന് പറഞ്ഞാലും കണ്ടോ, CD എന്ന് പറഞ്ഞാലും DA എന്ന് പറഞ്ഞാലും ഇത് രണ്ടും എന്താണ്? അഡ്ജസന്റ് സൈഡ്സ് ആണ്. കാരണം അതിന്റെ രണ്ടിന്റെയും എൻഡ് പോയിന്റ് കോമൺ ആണ്. ഇനി നോക്കിക്കേ, അതായത് എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ്? അതായത് two sides of a quadrilateral are called its opposite side if they do not have a common end point. അപ്പോൾ 2 കോമൺ ആയിട്ടുള്ള എൻഡ് പോയിന്റ് ഇല്ലാത്ത 2 സൈഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അഡ്ജസന്റ് സൈഡ് എന്നപ്പോൾ നമ്മൾ പറഞ്ഞത് കോമൺ ആയിട്ട് ഇല്ലേ, 2 സൈഡിന് കോമൺ ആയിട്ട് എൻഡ് പോയിന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള സൈഡ്സിനെയാണ് നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത്. അങ്ങനെ കോമൺ ആയിട്ടുള്ള എൻഡ് പോയിന്റ് ഇല്ലാത്ത 2 സൈഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഈ ചിത്രത്തില് ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? AB, BC. അതെന്താണ്? AB, BC എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. കാരണം അത് രണ്ടിനും എന്തില്ല? കോമൺ ആയിട്ട് എൻഡ് പോയിന്റ് ഇല്ല. അതുപോലെ നമുക്ക് AD യും BC യും പറയാം. പറഞ്ഞൂടെ? AD യും BC അത് എന്താണ്? കോമൺ ആയിട്ട് എൻഡ് പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് അത് എന്താണ് പറയുന്നത്? അത് രണ്ടും ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാല് അഡ്ജസന്റ് ആംഗിൾസ്. നമ്മൾ ആദ്യം പറഞ്ഞത് അഡ്ജസന്റ് സൈഡ് എന്താണെന്നാണ്. അഡ്ജസന്റ് സൈഡ് എന്ന് വെച്ചാൽ എന്താണ്? കോമൺ ആയിട്ടുള്ള എൻഡ് പോയിന്റ് ഉള്ള 2 സൈഡിനെയാണ് നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത്. ഇനി ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ എന്തുവായിരുന്നു? കോമൺ ആയിട്ടുള്ള എൻഡ് പോയിന്റ് ഇല്ലാത്ത 2 സൈഡിനെയാണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അഡ്ജസന്റ് ആംഗിൾ? എന്താ അഡ്ജസന്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഹാവിംഗ് എ കോമൺ സൈഡ് ആർ കാൾഡ് ഇറ്റ്സ് അഡ്ജസന്റ് സൈഡ്. അതായത് 2 സൈഡ് അല്ലെങ്കിൽ 2 ആംഗിൾസിന്, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 2 ആംഗിൾസിന് ആ 2 ആംഗിൾസിന് കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആംഗിൾസിനെയാണ് നമ്മൾ എന്ത്? അഡ്ജസന്റ് ആംഗിൾസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? 2 ആംഗിൾ, ഇപ്പൊ ഇതൊരു ആംഗിൾ, ഇതൊരു ആംഗിൾ. അപ്പൊ ഈ 2 ആംഗിളിനും കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ടെങ്കിൽ ആ അത്തരത്തിലുള്ള സൈഡിനെയാണ്, അത്തരത്തിലുള്ള ആംഗിളിനെ
കണ്ടോ ഈ ഒരു ഫിഗർ ഞാൻ കാണിച്ചേക്കുന്നു. പിന്നെന്താണ് എ ബി സി ഡി നമുക്ക് പേര് കൊടുക്കാം. ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് the figure given below is also a figure obtained by joining four line segment. നമ്മൾ ക്വാഡ്രിലാറ്ററൽ പറഞ്ഞു 4 ലൈൻ സെഗ്മെന്റുകൾ ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് 4 ലൈൻ സെഗ്മെന്റ് ഉണ്ട് അല്ലേ? 4 ലൈൻ സെഗ്മെന്റ് കൊണ്ട് ചേർന്ന് രൂപം കൊണ്ടതാണ് ഈ ഒരു ഫിഗർ. പക്ഷേ ഇത് എന്താണ്? എ ബി ബി സി സി ഡി ആൻഡ് ഡി എ. എ ബി ബി സി ഡി സി ഡി എ എന്ന് പറയുന്ന 4 ലൈൻ ചേർന്നിട്ടാണ് ഈ ഒരു ഫിഗർ രൂപം കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇല്ലേ നോക്കിക്കേ, ബട്ട് എ ബി സി ഡി ഈസ് നോട്ട് എ ക്വാഡ്രിലാറ്ററൽ. പക്ഷേ ഇതിനെ നമുക്ക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? സിൻസ് ദീസ് ലൈൻ സെഗ്മെന്റ് ഇന്റർസെക്ട് അറ്റ് പോയിന്റ് അതർ ദാൻ ദെയർ എൻഡ് പോയിന്റ്. അപ്പോൾ ഈ 4 ലൈൻ സെഗ്മെന്റും ഒരു എൻഡ് പോയിന്റ് ഉണ്ട് കണ്ടോ? ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഈ ഒരു കോമൺ പോയിന്റിൽ ഈ 4 ലൈൻ സെഗ്മെന്റ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിഗറിനെ നമുക്ക് ഇത് എന്താ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാൻ പറ്റില്ല. 4 ലൈൻ സെഗ്മെന്റ് കൊണ്ട് ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ക്വാഡ്രിലാറ്ററൽ. ഈ ഒരു ഫിഗർ നമ്മൾ നോക്കാമെങ്കിൽ 4 ലൈൻ സെഗ്മെന്റ് ചേർന്ന് രൂപം കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ഫിഗറിനെ എന്താണ് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ 4 ലൈൻ സെഗ്മെന്റും ഒരു കോമൺ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഒരു ഫിഗറിനെ നമുക്ക് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഇനി കോൺവെക്സ് ആൻഡ് കോൺകേവ് ക്വാഡ്രിലാറ്ററൽസ്. അപ്പോൾ എന്താണ് കോൺവെക്സ് അല്ലെങ്കിൽ എന്താണ് കോൺകേവ് ക്വാഡ്രിലാറ്ററൽ നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഫിഗർ നോക്കിക്കേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ. നമുക്ക് അതിന് എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം. നോക്കിക്കേ, കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഏതാണ് കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, a quadrilateral in which the measure of each angle is less than 180 degree is called a quadrilateral. ഇല്ലേ എന്താണ് കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ? അതായത് ഇതിന്റെ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾ എടുക്കുമ്പോൾ അതിന്റെ കോണർ എത്രയാണ്? 180 ഡിഗ്രിയേക്കാളും കുറവാണെങ്കിൽ അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. എന്താണ്? a quadrilateral in which the measure of each angle, ഈ ഓരോ ആംഗിളിന്റെയും അളവെന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. 180 ഡിഗ്രിയേക്കാളും കുറവാണെങ്കിൽ അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ നമുക്ക് എന്തെഴുതാം? a quadrilateral in which the measure of each angle is less than 180 degree. ഓരോ ആംഗിളും അതിന്റെ അളവ് എത്ര ആയിരിക്കും? ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് എന്താണ് കോൺകേവ് ക്വാഡ്രിലാറ്ററൽ എന്ന് നോക്കാം. ഓക്കെ, അടുത്തയാണ് കോൺകേവ് ക്വാഡ്രിലാറ്ററൽ. കോൺകേവ് ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് നോക്കാം. പിന്നെ നമുക്കൊരു പേര് കൊടുക്കാം. കണ്ടോ, ഇതാണ് കോൺകേവ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അതായത് a quadrilateral in which the measure of one of the angle is more than എന്താണ് 180 ഡിഗ്രി എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഒരു ആംഗിളിന്റെ അളവ് എന്തായിരിക്കും? ഈസ് മോർ ദാൻ 180 ഡിഗ്രി. 180 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ കോൺകേവ് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ എന്തുവായിരുന്നു? അതിന്റെ ഓരോ ആംഗിളിന്റെയും അളവ് എടുക്കുകയാണെങ്കിൽ 180 ഡിഗ്രിയേക്കാളും കുറവാണ്. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിച്ചത്. കോൺകേവ് ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ഒരു കോണിന്റെ ഒരു ആംഗിളിന്റെ അളവ് എടുക്കുകയാണെങ്കിൽ അത് എത്ര ആയിരിക്കും? 180 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും. മോർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ കോൺകേവ് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് കോൺകേവ് ക്വാഡ്രിലാറ്ററൽ എന്നും എന്താണ് കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ എന്നും മനസ്സിലായല്ലോ. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ കോൺവെക്സ് ക്വാഡ്രിലാറ്ററലിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമ്മൾ വരച്ച ഫിഗർ ഉണ്ടല്ലോ, ഈ ഒരു ഫിഗർ. ഇങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. തൽക്കാലം നമ്മൾ കോൺവെക്സ് ക്വാഡ്രിലാറ്ററലിനെ കുറിച്ച് ഇത്രയും പഠിക്കുന്നുള്ളൂ. എന്താണ് കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഈ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ നമ്മൾ ട്രയാങ്കിൾ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചാണ്
ഇന്റീരിയർ ഓഫ് എ ട്രയാങ്കിൾ, എക്സ്റ്റീരിയർ ഓഫ് എ ട്രയാങ്കിൾ. അതുപോലെ തന്നെ ക്വാഡ്രിലാറ്ററലിന്റെയും ഇന്റീരിയറും എക്സ്റ്റീരിയറും നമ്മൾ നോക്കാൻ പോകും. അത് നമുക്ക് പേര് കൊടുക്കാം ABCD. എന്നിട്ട് കുറച്ച് പോയിന്റുകൾ അടയാളപ്പെടുത്താം. E R Q P M L. ഓക്കെ, ഇത്രയും പോയിന്റുകൾ നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ വരച്ചു. ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. ആണ് നമ്മൾ കുറച്ച് പോയിന്റും അടയാളപ്പെടുത്തി. നമ്മൾ എന്താണ് ഇന്റീരിയർ, എന്താണ് എക്സ്റ്റീരിയർ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്നാണ് നോക്കാൻ പോകുന്നത്. Consider a quadrilateral ABCD. It divided the whole plane into 3 parts. ഇതിനെ നമ്മൾ 3 parts ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് പറയാൻ പോകുന്നത്. ഫസ്റ്റ്, the part of the plane lying inside the boundary ABCD is called the interior of the quadrilateral ABCD. അത് നമ്മൾ പറയുന്നത് ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ അകത്ത് കിടക്കുന്ന പോയിന്റുകളാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ അകത്ത് കിടക്കുന്ന പോയിന്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റീരിയർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ നമ്മൾ വിളിക്കുന്നത്. അതായത് എന്താണ്, the part of the plane lying inside the boundary ABCD. ഈ ABCD എന്ന് പറഞ്ഞ ബൗണ്ടറിക്ക് അകത്ത് കിടക്കുന്ന, ഇൻസൈഡ് അല്ലേ, അകത്ത് കിടക്കുന്ന ആ ഒരു എന്താണ് പോയിന്റ്സിനെ അല്ലെങ്കിൽ ആ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റീരിയർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഈച്ച് പോയിന്റ് ഓഫ് ദിസ് പാർട്ട് ഈസ് കാൾഡ് ആൻ ഇന്റീരിയർ പോയിന്റ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. അപ്പൊ അതിന്റെ അകത്ത് കിടക്കുന്ന ഓരോ പോയിന്റിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും, ഇന്റീരിയർ പോയിന്റ് എന്ന് വിളിക്കും. ഇന്റീരിയർ പോയിന്റ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അത് നമ്മൾ പറഞ്ഞു, ദ പാർട്ട് ലൈയിങ് ഇൻസൈഡ് ദ ക്വാഡ്രിലാറ്ററൽ. അതായത് ABCD എന്ന് പറയുന്ന ഈ ബൗണ്ടറിക്ക് ഇൻസൈഡ് അകത്ത് കിടക്കുന്ന ആ പാർട്ടിനെയാണ് നമ്മൾ ഇന്റീരിയർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഇനി ആ ഇൻസൈഡ് അകത്ത് കിടക്കുന്ന ഈ ഓരോ പോയിന്റിനെ നമ്മൾ ഇന്റീരിയർ പോയിന്റ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ABCD ഏതൊക്കെയാണ് ഇന്റീരിയർ പോയിന്റ് എന്ന് പറയുന്നത്, QPR എന്ന് പറയുന്നത് എന്താണ്, ഇന്റീരിയർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ആണ്. കാരണം എന്താണ്, അതെല്ലാം നമ്മുടെ ഈ ഒരു ബൗണ്ടറിക്ക് ABCD എന്ന് പറയുന്ന ബൗണ്ടറിക്ക് അകത്ത് കിടക്കുന്ന പോയിന്റുകളാണ്. ഇനി നെക്സ്റ്റ്, ദ പാർട്ട് ഓഫ് ദ പ്ലെയിൻ ലൈങ് ഔട്ട്സൈഡ് ദ ബൗണ്ടറി ABC ഈസ് കാൾഡ് ദ എക്സ്റ്റീരിയർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ABCD. നമ്മൾ പറയുന്നു ഈ ABCD എന്ന് പറയുന്ന ബൗണ്ടറിക്ക് വെളിയിൽ കിടക്കുന്ന അല്ലെ, ഔട്ട്സൈഡ് പുറത്ത് കിടക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ എക്സ്റ്റീരിയർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഈ ABCD എന്ന് പറയുന്ന ബൗണ്ടറിക്ക് ഔട്ട്സൈഡ് വെളിയിൽ കിടക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ എക്സ്റ്റീരിയർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ ആ വെളിയിൽ കിടക്കുന്ന പോയിന്റിനെ നമ്മൾ എന്ത് പറയും, എക്സ്റ്റീരിയർ പോയിന്റ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അങ്ങനെ നോക്കാമെങ്കിൽ ഇത് ഏതാണ് എക്സ്റ്റീരിയർ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു ഫിഗറിലെ പോയിന്റ് M ആണ് അല്ലേ. പോയിന്റ് M ഈസ് ദ എക്സ്റ്റീരിയർ പോയിന്റ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ആണ്. എല്ലും ഉണ്ട്, എമ്മും എല്ലും ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ്, അപ്പൊ എമ്മും എല്ലും ആണ് ഈ ഫിഗറിലെ എക്സ്റ്റീരിയർ പോയിന്റ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഇനി ദ ബൗണ്ടറി ABCD ക്ലിയർലി ദ പോയിന്റ് A ലൈസ് ഈ പോയിന്റ് E ലൈസ് ഓൺ ദ ക്വാഡ്രിലാറ്ററൽ ABCD. ഇനി അടുത്ത ഭാഗം എന്ന് വെച്ചാൽ ഈ ഒരു ബൗണ്ടറിയിൽ കിടക്കുന്ന പോയിന്റിനെ അല്ലേ, അങ്ങനെ പോയിന്റുകളുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബൗണ്ടറി ഉണ്ട്, ABCയുടെ ബൗണ്ടറി എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ആ പാർട്ടിൽ കിടക്കുന്ന പോയിന്റ് ആണ് E എന്ന് പറയുന്നത്. അപ്പൊ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ ഈ ഒരു ബൗണ്ടറിക്ക് അകത്ത് ABCD എന്ന് പറയുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ബൗണ്ടറിക്ക് അകത്ത് കിടക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ ഇന്റീരിയർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ ആ പാർട്ടിൽ കിടക്കുന്ന പോയിന്റിനെ നമ്മൾ ഇന്റീരിയർ പോയിന്റ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ഈ ABCD എന്ന് പറയുന്ന ബൗണ്ടറിക്ക് വെളിയിൽ കിടക്കുന്ന ഔട്ട്സൈഡ് പുറത്ത് കിടക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ എക്സ്റ്റീരിയർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കിടക്കുന്ന എക്സ്റ്റീരിയർ പാർട്ടിൽ കിടക്കുന്ന പോയിന്റാണ് നമ്മൾ എക്സ്റ്റീരിയർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അടുത്തേന്ന് വെച്ചാല് ഈ ക്വാഡ്രിലാറ്ററൽ റീജിയൻ എന്താണ് നോക്കിക്കേ. The interior of the quadrilateral ABCD together with its boundary is called the quadrilateral region ABCD. എന്താണ് quadrilateral region എന്ന് വെച്ചാൽ എന്താണ്? The interior of the quadrilateral, അതായത് ഈ ബൗണ്ടറിക്ക് അകത്ത് കിടക്കുന്ന പോയിന്റ് പാർട്ട് ഈ QPR എന്താണ്, ഇന്റീരിയർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ ഈ ഇന്റീരിയർ ഓഫ് ദ ക്വാഡ്രിലാറ്ററലും അതുപോലെ തന്നെ എന്താണ് ഇന്റീരിയർ ഓഫ് ദ ക്വാഡ്രിലാറ്ററലും നമ്മുടെ ബൗണ്ടറി, ഇതിന്റെ ബൗണ്ടറി കൂടെ ചേരുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാഡ്രിലാറ്ററൽ റീജിയൻ എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ ഇന്റീരിയർ പാർട്ട് ഓഫ് ദ ക്വാഡ്രിലാറ്ററലും അതുപോലെ തന്നെ ബൗണ്ടറിയും കൂടെ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുമിക്കുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ റീജിയൻ എന്ന് വിളിക്കുന്നത്. ഇനി ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ക്വാഡ്രിലാറ്ററൽ, അതായത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ, അതായത് ഈ ഓരോ ആംഗിൾസിൽ
രണ്ടിന്റെയും കൂടെ തുക എന്ന് പറയുന്നത് അല്ലേ, തുക എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ 4 ആംഗിൾസും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര ആയിരിക്കണം? 360 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ എത്രയാണ്? 360 ആണ്. നമ്മുടെ ട്രയാങ്കിൾ പഠിച്ചപ്പോൾ എത്ര ആയിരുന്നു? 180 ഡിഗ്രി ആയിരുന്നു. ത്രികോണത്തിന്റെ 3 വശങ്ങളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണമായിരുന്നു. അതുപോലെ ക്വാഡ്രിലാറ്ററലിന്റെ 4 വശങ്ങളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 360 കിട്ടണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വേരിയസ് ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ. നമ്മൾ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഒക്കെ പഠിച്ചില്ലേ? ടൈപ്പ് ഓഫ് ട്രയാങ്കിളും ടൈപ്പ് ഓഫ് പോളിഗണും ഒക്കെ പഠിച്ചായിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ. അതിലാദ്യത്തെ എന്താണ് ടൈപ്പാണ് ട്രപീസിയം. എന്താണ് ട്രപീസിയം? TRAPEZIUM. ട്രപീസിയം. ട്രപീസിയം എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ എന്താ നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു, ABCD അതിന് പേര് കൊടുത്തു. ഓക്കെ, നോക്കിക്കേ. A quadrilateral having one and only one pair of parallel is called a trapezium. അതായത് ഒരു ജോഡി സമാന്തര രേഖകളുള്ള എന്താണ്, ഒരു ജോഡി സമാന്തര സൈഡുകളുള്ള അല്ലേ, എന്താ സമാന്തര സൈഡുകളുള്ള ക്വാഡ്രിലാറ്ററലിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? ട്രപീസിയം എന്ന് പറയുന്നത്. എന്താണ്, ഒരു ജോഡി പാരലൽ സൈഡ്സേ കാണും. അതായത് ഈ ഒരു ക്വാഡ്രിലാറ്ററലിൽ 2 സൈഡ് മാത്രമേ സമാന്തരമായിട്ട് കാണത്തുള്ളൂ. ഏതൊക്കെയാണ്? DCയും ABയും അല്ലേ. അപ്പൊ ഒരു ജോഡി പാരലൽ സൈഡ്സ് ഉള്ള ക്വാഡ്രിലാറ്ററലിനെയാണ് നമ്മൾ ട്രപീസിയം എന്ന് പറയുന്നത്. ഒരു ജോഡി പാരലൽ സൈഡ്സ് ഉള്ള ഓൺലി വൺ പെയർ ഓഫ് പാരലൽ സൈഡ്സ്, ഒരു ജോഡി പാരലൽ സമാന്തര സൈഡ് മാത്രമേ വശങ്ങൾ മാത്രമേ ഇത് ഒരു ക്വാഡ്രിലാറ്ററൽ കാണൂ. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ ട്രപീസിയം എന്ന് പറയുന്നത്. അപ്പൊ in the adjacent figure ABCD is a trapezium with AB parallel DC. അപ്പൊ ഈ ഒരു ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിൽ ABയും DCയും ആണ് ഇവിടുത്തെ സമാന്തര രേഖകളിൽ പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താ ട്രപീസിയം എന്ന് വെച്ചാൽ എന്താ? ഒരു ജോഡി സമാന്തര സൈഡ് വശങ്ങളുള്ള അല്ലെങ്കിൽ പാരലൽ സൈഡ്സ് ഉള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് ട്രപീസിയം നമ്മൾ വിളിക്കുന്നത്. In the adjoining figure PQRS is an isosceles trapezium in which PQ the parallel SR and PS is equal to QR. അപ്പൊ അതെന്താണ് അടുത്ത നമ്മൾ നോക്കുന്നത്? എന്താണ് ഐസോലസ് ട്രപീസിയം എന്നാണ്. എന്താണ് ഐസോലസ് ട്രപീസിയം? എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ് ഒരു ജോഡി, ഒരേ ഒരു ജോഡി പാരലൽ സൈഡുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ ട്രപീസിയം എന്ന് പറഞ്ഞത്. ഇനി എന്താണ് ഐസോലസ് ട്രപീസിയം എന്ന് വെച്ചാൽ എന്താണ്? ഐസോലസ് ട്രപീസിയം എന്ന് വെച്ചാൽ എന്താ നോക്കിക്കേ. ഇതുപോലെ നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽസ് നമ്മൾ വരച്ചു. ഓക്കെ, നമ്മളൊരു പേര് കൊടുക്കാൻ പോവുകയാണ്. PQRS. നോക്കിക്കേ. A trapezium is said to be an isosceles trapezium if its non-parallel sides are equal. അതായത് നമ്മൾ പറഞ്ഞു എന്താണ് രണ്ട് ട്രപീസിയം എന്ന് വെച്ചാൽ ഒരൊറ്റ ജോഡി സമാന്തര വശങ്ങളെ കാണുമെന്ന് പറഞ്ഞു. ഇനി ഐസോലസ് ട്രപീസിയം എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഒരു ജോഡി എന്ത് കാണും? പാരലൽ സൈഡ്സ് കാണും. അതായത് ഒരു ജോഡി സമാന്തര വശങ്ങൾ കാണും. സമാന്തരമല്ലാത്ത മറ്റു 2 വശങ്ങൾ ഈക്വൽ ആയിരിക്കും. അതായത് നോൺ പാരലൽ ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ ഐസോലസ് ട്രപീസിയം എന്ന് പറയുന്നത്. അതായത് ഒരു ജോഡി എന്ത് കാണും? പാരലൽ സൈഡ്സും കാണും. പിന്നെ നോൺ പാരലൽ ആയിട്ടുള്ള സൈഡ്സ് എന്തായിരിക്കും? തുല്യമായിരിക്കും, ഈക്വലും ആയിരിക്കും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ ട്രപീസിയം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ PQRS എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ? PQRS എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഇതിൽ ഏതാണ് സമാന്തര സൈഡ്? ഏതൊക്കെയാണ്? PQSR അല്ലേ? PQSR ആണ് ഇവിടുത്തെ പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത്. മറ്റു 2 വശങ്ങളുണ്ടല്ലോ, ഏതൊക്കെയാണ്? PS ഉം QR ഉം. അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. PS ഉം QR ഉം ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒരു ജോഡി സമാന്തര സൈഡ്സും പാരലൽ സൈഡ്സും കാണും. മറ്റ് സമാന്തര സൈഡ് അല്ലാത്ത നോൺ പാരലൽ സൈഡ്സ് ഈക്വലും ആയിരിക്കും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ എന്താണ് ഐസോലസ് ട്രപീസിയം എന്ന് പറഞ്ഞത്. അപ്പൊ ട്രപീസിയം എന്താണ്? ഐസോലസ് ട്രപീസിയം എന്താണ്? ക്ലിയർ ആയല്ലോ. അടുത്ത ടൈപ്പാണ് പാരലലോഗ്രാം. എന്താണ്? സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആണ്
പാരലലോഗ്രാം. അപ്പൊ എന്താണ് പാരലലോഗ്രാം എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു പേര് കൊടുക്കാം. ABC എന്ന് പറയുന്ന പേര് കൊടുത്തു. ഇപ്പൊ നോക്കിക്കേ എന്താണ് a quadrilateral in which both pairs of opposite sides are parallel is called a parallelogram. പാരലലോഗ്രാം എന്ന് വെച്ചാല് രണ്ട് സൈഡിലെയും രണ്ട് വശങ്ങളിലെയും പാരലൽ സൈഡ് ആയിരിക്കും. രണ്ട് വശങ്ങളും ഈ സൈഡും ഈ സൈഡും എന്തായിരിക്കും പാരലൽ ആയിരിക്കും. അപ്പൊ എന്താണ് രണ്ട് ജോഡി എതിർവശങ്ങളും എന്തായിരിക്കും പാരലൽ ആയിരിക്കും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ പാരലലോഗ്രാം എന്ന് പറഞ്ഞത്. അതായത് ഈ വശവും രണ്ട് ജോഡി എതിർവശങ്ങൾ, ഈ രണ്ട് വശങ്ങളും ഈ രണ്ട് വശങ്ങളും ഈ നാല് വശങ്ങളും എന്തായിരിക്കും പാരലൽ ആയിരിക്കും, സമാന്തര വശങ്ങൾ ആയിരിക്കും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ പാരലലോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഗറിൽ എന്താണ് AB DC ആണ്, അതുപോലെ തന്നെ AD BC ആണ്. രണ്ട് വശങ്ങളും പാരലലാണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വശങ്ങളും പാരലലാണ്. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസ് നമ്മൾ പാരലലോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടീസ് ഓഫ് എ പാരലലോഗ്രാം, ഈ പാരലലോഗ്രാമിലുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കിക്കേ, ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ എന്താണ് പാരലലോഗ്രാം ആർ ഈക്വൽ ആൻഡ് പാരലൽ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് സൈഡ്സിലുള്ള പാരലൽ ആയിട്ടുള്ള എന്താണ് ഈ പാരലലോഗ്രാമിലെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് വെച്ചാൽ ഈക്വലും ആയിരിക്കും പാരലൽ ആയിരിക്കും. ഈ രണ്ട് വശങ്ങളും തുല്യമായിരിക്കും, സമാന്തരമായിരിക്കും. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. രണ്ട്, the opposite angle of a parallelogram are equal. ഇനി ഓപ്പോസിറ്റ് ആംഗിൾ, ഈ ആംഗിൾ ആയാലും ഇവിടുത്തെ ആംഗിൾ ആയാലും എന്തായിരിക്കും ഈക്വലും പാരലലും ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. The diagonals of a parallelogram bisect each other. അതായത് ഇങ്ങനത്തെ ഈ രണ്ട് ഡയഗണൽസ് എന്ത് ചെയ്യുന്നു, ഒരു ഒറ്റ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുകയും ബൈസെക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ആണ് ഇതിനുള്ളത്. അപ്പം ഈ രണ്ട് ഡയഗണൽസും പരസ്പരം വിഭജിക്കുന്നു, ഒരു പോയിന്റിൽ വന്നിട്ട് വിഭജിക്കുന്നു അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ഈക്വലും ആണ് പാരലലും ആണ്. ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. രണ്ട് ഡയഗണൽസ് എന്ത് ചെയ്യുന്നുണ്ട് ബൈസെക്ട് ഈ പരസ്പരം വിഭജിക്കുന്നുണ്ട്. അപ്പൊ ഇത് ആദ്യം പറഞ്ഞാല് എന്താ ആദ്യത്തെ പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആണ് ഈക്വൽ ആൻഡ് പാരലൽ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഏതൊക്കെയാ AB DC BC AD എന്തായിരിക്കും ഈക്വലും പാരലലും ആയിരിക്കും. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ആംഗിൾ BAD യും ആംഗിൾ BCD യും എന്താണ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ആംഗിൾ ABC യും പിന്നെ ഏതാണ് ആംഗിൾ ADC യും എന്താണ് ഈക്വൽ ആണ്. പിന്നെ രണ്ട് ഡയഗണൽസ് നമ്മൾ പറഞ്ഞ രണ്ട് ഡയഗണൽസ് OA OC അതുപോലെ തന്നെ പിന്നെ ഏതുണ്ട് OB OD ഇത് രണ്ടും ഈക്വൽ ആണ്, അത് പരസ്പരം വിഭജിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത എന്താണ് പാരലലോഗ്രാം എന്നും അതിന്റെ പ്രോപ്പർട്ടീസും മനസ്സിലായല്ലോ. അടുത്ത ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആണ് റോംബസ്. ഇതാണ് RHOMB റോംബസ്. എന്താണ് റോംബസ് എന്ന് നോക്കാം നമുക്ക്. അതായത് നിങ്ങളുടെ ക്വാഡ്രിലാറ്ററൽ നമുക്ക് പേര് കൊടുക്കാം. ABCD നമ്മൾ പേര് കൊടുത്തു. എന്താണ് റോംബസ് എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ എന്താണ് a parallelogram in which all the sides are equally is called a rhombus. അപ്പോൾ ഒരു പാരലലോഗ്രാം ആണ്, അതിന്റെ എല്ലാ സൈഡും പരസ്പരം എന്താണ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ പാരലലോഗ്രാമിനാണ് റോംബസ് എന്ന് പറയുന്നത്. എന്താണ് a parallelogram in which all the sides are equal, എല്ലാ സൈഡ്സും തുല്യമായിട്ടുള്ള പാരലലോഗ്രാമിനാണ് നമ്മൾ റോംബസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, in this figure എന്താ in which AB parallel ആണ്, AB parallel ആണ് DC, അതുപോലെ തന്നെ BC parallel ആണ് AD. അങ്ങനെ എല്ലാ സൈഡും എന്താണ് ഈക്വൽ ആയിരിക്കും. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് റോംബസ് എന്ന് വെച്ചാൽ എന്താ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ റോംബസ് ആർ പാരലൽ. അതായത് ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡുകളും തമ്മിൽ പാരലൽ സമാന്തരങ്ങളായിരിക്കും. ഓൾ ദ സൈഡ് ഓഫ് എ റോംബസ്, ഈ റോംബസിന്റെ എല്ലാ സൈഡും തമ്മിൽ ഈക്വൽ ആയിരിക്കും. പിന്നെ എന്താ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ തമ്മിൽ ഈ പരസ്പര ആംഗിളുകൾ തമ്മിൽ എല്ലാം എന്താണ് ഈക്വൽ ആണ്. ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. ഇത് എന്താണ് ഇതിന്റെ എല്ലാം ഡയഗണൽസ്, ഈ OA ആയാലും OC ആയാലും OD ആയാലും OB എല്ലാം എന്താണ് അതെല്ലാം ബൈസെക്ട് ആയിരിക്കും. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലായല്ലോ.
ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിൾ ആണ്. എന്താണ്? റെക്ടാങ്കിൾ ക്വാഡ്രിലാറ്ററൽ ആണ് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഫോർത്ത് ടൈപ്പ് ആണ് എന്ത്? റെക്ടാങ്കിൾ. എന്താണ് റെക്ടാങ്കിൾ ക്വാഡ്രിലാറ്ററൽ എന്ന് ചോദിച്ചാല് ഇങ്ങനെയാണ് റെക്ടാങ്കിൾ ക്വാഡ്രിലാറ്ററൽ. അതായത് ഇതൊരു ആംഗിൾ, ഇതൊരു കോൺ. നമുക്ക് പേര് കൊടുക്കാം എ ബി സി ഡി. ABCD എന്ന് പറഞ്ഞ ഈ റെക്ടാങ്കിൾ നോക്കിക്കേ. എ പാരലോഗ്രാം ഇൻ വിച്ച് ഈച്ച് ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ ഈസ് കാൾഡ് എ റെക്ടാങ്കിൾ. അപ്പോൾ ഓരോ ആംഗിളും റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതായത് ഓരോ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള പാരലോഗ്രാമിനെയാണ് നമ്മൾ റെക്ടാങ്കിൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. എന്താണ്? ഓരോ ആംഗിളും ഈച്ച് ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഈ ഒരു പാരലോഗ്രാമിന്റെ ഓരോ ആംഗിൾ റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതായത് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അങ്ങനെയുള്ള പാരലോഗ്രാം നമ്മൾ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ആംഗിൾ എ എടുത്താലും 90 ഡിഗ്രി ആണ്, ആംഗിൾ ബി എടുത്താലും 90 ഡിഗ്രി ആണ്, ആംഗിൾ സി എടുത്താലും ആംഗിൾ ബി എടുത്താലും 90 ഡിഗ്രി ആയിരിക്കും. അതായത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. അങ്ങനെയുള്ള പാരലോഗ്രാമിനാണ് നമ്മൾ റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് റെക്ടാങ്കിൾ എന്താണെന്ന് നോക്കാം നമുക്ക്. നോക്കിക്കേ. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഈക്വൽ ആൻഡ് പാരലൽ. പാരലൽ നേരത്തെ കണ്ടതിന് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിരിക്കും. ഈച്ച് ആംഗിൾ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 90 ഡിഗ്രി. ഇതിന്റെ ഓരോ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഡയഗണൽസ് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഈക്വൽ. ഇതിന്റെ ഈ ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്ക്വയർ ക്വാഡ്രിലാറ്ററൽ? എങ്കിൽ നമ്മൾ അടുത്ത ടൈപ്പാണ്, അഞ്ചാമത്തെ ടൈപ്പാണ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്ക്വയർ ക്വാഡ്രിലാറ്ററൽ നോക്കാം. എന്താണ് സ്ക്വയർ ക്വാഡ്രിലാറ്ററൽ നോക്കിയാലോ? നമുക്ക് പേര് കൊടുക്കാം എ ബി സി ഡി. എന്താണ് സ്ക്വയർ നോക്കിക്കേ. എ പാരലോഗ്രാം ഇൻ വിച്ച് ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഈച്ച് ആംഗിൾ ഈസ് എ റൈറ്റ് ആംഗിൾ ഈസ് കാൾഡ് എ സ്ക്വയർ. അതായത് ഓരോ സൈഡും ഈക്വലും ആയിരിക്കും, ഓരോ ആംഗിളും എന്തായിരിക്കും? റൈറ്റ് ആംഗിളും ആയിരിക്കും. ഈച്ച് ആംഗിൾ ഈസ് എ റൈറ്റ് ആംഗിൾ ആൻഡ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ സൈഡും, എല്ലാ വശങ്ങളും തുല്യവും, അതുപോലെ തന്നെ എല്ലാ ആംഗിളും 90 ഡിഗ്രി അല്ലെ റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള പാരലോഗ്രാമിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. എന്താണ് സ്ക്വയർ വെച്ചാൽ എല്ലാ വശങ്ങളും ഈക്വൽ, എല്ലാ സൈഡും തുല്യമായിരിക്കും, ഓരോ ആംഗിളും 90 ഡിഗ്രി അല്ലെ റെക്ടാംഗിൾ ആയിരിക്കും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കേ. ദ സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ. ഈ സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈച്ച് ആംഗിൾ ഓഫ് എ സ്ക്വയർ, ഈ സ്ക്വയറിന്റെ ഓരോ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പിന്നെന്താണ്? ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ. അതായത് ഇതിന്റെ ഡയഗണൽസ് എല്ലാം ഈക്വൽ ആണ്, അത് പരസ്പരം വിഭജിക്കുന്നു, റൈറ്റ് ആംഗിളിൽ വിഭജിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ടൈപ്പാണ് കൈറ്റ് എന്ന് പറയുന്നത്. കൈറ്റ്. സിക്സ്ത് ടൈപ്പാണ് കൈറ്റ്. എന്താ നോക്കിക്കേ. അതിന്റെ ഫിഗർ നോക്കാം. നമ്മൾ പറയുന്ന ഒരു വട്ടം പോലെ, വട്ടത്തിന്റെ ഒരു ഷേപ്പ് തന്നെയാണ്. നമുക്ക് പേര് കൊടുക്കാം എ ബി സി. അപ്പൊ കൈറ്റ് ടൈപ്പ് ഓഫ് എന്താ ക്വാഡ്രിലാറ്ററൽ എന്താ നോക്കിക്കേ. A quadrilateral which has two pairs of equal adjacent sides but unequal opposite sides is called a kite. അതെന്താണ്? two pairs of equal adjacent sides ആണ്. അതായത് രണ്ട് ജോഡി ഈക്വൽ ആയിട്ടുള്ള അഡ്ജസന്റ് സൈഡ്സും കാണും, അതുപോലെ തന്നെ അൺഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡ്സും കാണും. അതായത് രണ്ട് ജോഡി എന്താ ഈക്വൽ ആയിട്ടുള്ള അഡ്ജസന്റ് സൈഡ്സും കാണും, അൺഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡ്സും കാണും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ കൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഇത്രയേ ഉള്ളൂ. ഏതൊക്കെ നമ്മൾ പറഞ്ഞു? ട്രപ്സിയം പറഞ്ഞു, ഐസോലസ് ട്രപ്സിയം പറഞ്ഞു, പാരലലോഗ്രാം, അതുപോലെ തന്നെ റോംബസ് ഉണ്ട്, റെക്ടാംഗിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, കൈറ്റ്. പിന്നെ നമുക്ക് കുറച്ച് എക്സസൈസ് ആണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In the adjacent figure a quadrilateral has been shown. അതായത് നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ തന്നേക്കുവാണ്. നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്.
ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, എ ബി ഡി സി ഉണ്ട്, ബി സിയും എ ഡി ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് നമ്മൾ എഴുതണം. ഏതൊക്കെയാണ് അഡ്ജസന്റ് സൈഡ്, ഏതൊക്കെയാണ് അഡ്ജസന്റ് അല്ലേ ആംഗിൾസ് എന്ന് എഴുതാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്താ ഹോംവർക്കാണ് എഴുതി ടീച്ചറിന് അയച്ചു തരാം. ഓക്കെ. പിന്നെ അടുത്തതെന്ന് ചോദിച്ചാൽ നെയിം ഈച്ച് ഓഫ് ദ ഫോളോയിങ് പാരലോഗ്രാംസ്. കുറച്ച് പാരലോഗ്രാംസിന്റെ പേര് തന്നിട്ട് അത് ഏതൊക്കെയാണ് നമുക്ക് എഴുതണം. നോക്കിക്കേ, ദ ഡയഗണൽസ് ആർ ഈക്വൽ ആൻഡ് അഡ്ജസന്റ് സൈഡ്സ് ആർ അൺഈക്വൽ. ഡയഗണൽസ് രണ്ടും ഈക്വലും എന്താണ് അഡ്ജസന്റ് സൈഡ്സ് അൺഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാമിന്റെ പേരെന്തോ നമ്മൾ പഠിച്ചത്? ഏതായിരുന്നു? റെക്റ്റാങ്കിൾ അല്ലേ. ഇനി അടുത്തത് പിന്നെ എന്താ? ദ ഡയഗണൽസ് ആർ ഈക്വൽ ആൻഡ് അഡ്ജസന്റ് സൈഡ്സ് ആർ ഈക്വൽ. ഡയഗണൽസും അഡ്ജസന്റ് സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാം ഏതാ പഠിച്ചത്? സ്ക്വയർ. പിന്നെ ദ ഡയഗണൽസ് ആർ അൺഈക്വൽ ആൻഡ് അഡ്ജസന്റ് സൈഡ്സ് ആർ ഈക്വൽ. ഏതാണ്? അതും ഏതായിരുന്നു? ഏതാ നമ്മൾ പഠിച്ചതാ? ഏതാ? നമ്മുടെ റോംസ്. ഓക്കെ. ഇനി അതിന് ശേഷം കുറച്ച് എന്താണ്? വാട്ട് ഈസ് എ ട്രപ്സിയം? When do you call a trapesium an isosceles trapesium? Draw a isosceles trapesium, measure its side and angle. അതിൽ നമ്മൾ എന്താണ് വാട്ട് ഈസ് ട്രപ്സിയം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം? നമ്മൾ പഠിച്ചതല്ലേ വാട്ട് ഈസ് ട്രപ്സിയം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം? If one pair of opposite sides of a quadrilateral is parallel, then the quadrilateral is called trapesium. അതായത് എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ്, ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആണെങ്കിൽ അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ ട്രപ്സിയം എന്ന് പറഞ്ഞത്. ഇപ്പൊ എന്താണ് ഐസോസെലസ് ട്രപ്സിയം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പഠിച്ചത്? ഇഫ് നോൺ പാരലൽ സൈഡ്സ് ഓഫ് എ ട്രപ്സിയം ആർ ഈക്വൽ. അതായത് ആ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള ട്രപ്സിയത്തിനാണ് ഐസോസെലസ് ട്രപ്സിയം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ഏതാണെന്ന് നമ്മൾ എഴുതണം. The diagonals of a parallelogram are equal. പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ഈക്വൽ ആണോ? അല്ല. നമ്മുടെ ആൻസർ ഫാൾസ്. The diagonals of a rectangle are perpendicular to each other. അതായത് ഒരു റെക്റ്റാങ്കിളിന്റെ ഡയഗണൽസ് എന്താ? പെർപെൻഡിക്കുലർ ആണ്. പരസ്പരം ആണോ എന്നാ ചോദിച്ചേക്കണോ? അല്ല. നമ്മുടെ ആൻസർ ഫാൾസ് ആണ്. The diagonals of a rhombus are equal. റോംബസിന്റെ ഡയഗണൽസ് ഈക്വൽ ആണോ? അല്ല. ആൻസർ എന്താ? ആൻസർ ഫാൾസ് ആണ്. ഓക്കെ. ഇനി നമുക്ക് അതിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അതായത് എക്സസൈസ് 7B എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ഓൾ ദ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. അതായത് ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ ആംഗിളും കൂടെ കൂട്ടാൻ നമുക്ക് എത്ര കിട്ടുന്നതെന്ന് പറഞ്ഞു? 360 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? ഓപ്ഷൻ സി 360 ഡിഗ്രി. സെക്കൻഡ്, ദ ത്രീ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ 80 ഡിഗ്രി, 70 ഡിഗ്രി, 120 ഡിഗ്രി. ദ ഫോർത്ത് ആംഗിൾ. അതായത് മൂന്ന് ആംഗിളിന്റെ അളവ് നമുക്ക് തന്നു. 80 ഡിഗ്രി, 70 ഡിഗ്രി, 120 ഡിഗ്രി. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി. ഇതൊന്നും കൂടെ കൂട്ടി നോക്കണം അല്ലേ? അപ്പൊ 270 വരുന്നുള്ളൂ. അപ്പം 360 ഡിഗ്രി ആവാൻ നമുക്ക് അല്ലേ 270 ഡിഗ്രിയുടെ കൂടെ എത്രയും കൂടെ ആഡ് ചെയ്താൽ മതി എന്ന് നോക്കുക. അപ്പൊ നമുക്ക് 90 ഡിഗ്രി ആഡ് ചെയ്താൽ മതി. അപ്പൊ 270 അല്ല പ്ലസ് 90 ഡിഗ്രി നോക്കിയാൽ മതി. എത്ര നമുക്ക് വരുന്നത്? 360 ഡിഗ്രി ആണ്. അപ്പം എത്ര? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 90 ഡിഗ്രി. അതായത് ഈ 80, 70, 120 എന്നുള്ള അത് കൂട്ടി നോക്കുക. ആ കിട്ടുന്ന ആൻസർ നമ്മൾ 360 എന്ന് കുറച്ച് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ബാലൻസ് 90 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 അളവുകളുടെ തുക എത്രയാണ്? കോണുകളുടെ തുക 360 ആണ്. അപ്പം നാലാമത്തെ അളവ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ദ റേഷ്യോ 3, 4, 5, 6. ദ ലാർജസ്റ്റ് ഓഫ് ദീസ് ആംഗിൾ ഈസ്. അതിൽ തന്നേക്കുന്ന ആംഗിളിന്റെ റേഷ്യോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് 120 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, എ ക്വാഡ്രിലാറ്ററൽ ഹാവിംഗ് വൺ ആൻഡ് ഓൺലി വൺ പെയർ ഓഫ് പാരലൽ. അതായത് ഒരു ജോഡി പാരലൽ സൈഡുള്ള ക്വാഡ്രിലാറ്ററൽ നമ്മൾ എന്തുവാ വിളിക്കുന്നത്? ട്രപ്സിയം. ഓപ്ഷൻ ബി എ ട്രപ്സിയം ആണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എ ക്വാഡ്രിലാറ്ററൽ ഹൂസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അതായത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ എന്ത് പേരാണ് വിളിച്ചത്? ഓപ്ഷൻ ഡി പാരലലോഗ്രാം. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, ആൻ ഐസോസെലസ് ട്രപ്സിയം ഹാസ്. ഐസോസെലസ് ട്രപ്സിയത്തിൽ എന്താണുള്ളത്? എന്താ? ഈക്വൽ നോൺ പാരലൽ ആണ്. ഈക്വൽ നോൺ പാരലൽ സൈഡ്സ് ആണ് നമ്മുടെ ഐസോസെലസ് ട്രപ്സിയത്തിന് ഉള്ളത്. ഓപ്ഷൻ ബി ആണ്. Seventh question, if the diagonals of a quadrilateral bisect each other at right angle, then its quadrilateral is. അതായത് എന്താണ്? നമ്മുടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഡയഗണൽസ് അതിന്റെ റൈറ്റ് ആംഗിളിൽ പരസ്പരം ബൈസെക്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽ നമ്മൾ എന്ത് പേരാണ് വിളിച്ചത്? ഓപ്ഷൻ ബി എ റോംബസ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സ്ക്വയർ എന്താ പറഞ്ഞത്? സ്ക്വയർ ഹാസ് എന്താണ്? ഓൾ സൈഡ്സ് ഈക്വൽ ആൻഡ് ഡയഗണൽസ് ഈക്വൽ. എല്ലാ സൈഡ്സും ഡയഗണൽസ് ഈക്വൽ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററലാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, ഓൾ സൈഡ്സ് ഈക്വൽ ആൻഡ് ഡയഗണൽസ് ആർ ഈക്വൽ. ഇനി 9th question, a quadrilateral having two pairs of equal adjacent sides but unequal opposite sides is called. നമ്മൾ ലാസ്റ്റ് പഠിച്ച എന്താണ്? രണ്ട് ജോഡി ഈക്വൽ ആയിട്ടുള്ള അഡ്ജസന്റ് സൈഡ്സും കാണും, അൺഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡ്സും കാണും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽ നമ്മൾ വിളിച്ച പേരെന്താണ്? എന്താ? കൈറ്റ് അല്ലേ? കൈറ്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. What do you mean by a rectangular quadrilateral? Rectangular quadrilateral എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? ഒരു സ്ക്വയർ തന്നെയാണ്. സ്ക്വയർ. ഓപ്ഷൻ സി എ സ്ക്വയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ. ക്വാഡ്രിലാറ്ററൽ എന്താണ്, ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് പഠിച്ചു. അതിന് 4 വെർട്ടിസസ് ഉണ്ട്, 4 ആംഗിൾസ് ഉണ്ട്, 4 സൈഡ്സ് ഉണ്ട്, 2 ഡയഗണൽസ് ഉണ്ട് നമ്മൾ പഠിച്ചു. പിന്നെ അഡ്ജസന്റ് സൈഡ് എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, അഡ്ജസന്റ് ആംഗിൾ എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ കോൺവെക്സ് കോൺകേവ് ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് നോക്കി. ക്വാഡ്രിലാറ്ററൽ റീജിയൻ എന്താണ്, പിന്നെ ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾസിന്റെ സം എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും അല്ലേ? 360 ഡിഗ്രി ആയിരിക്കും നമ്മൾ പറഞ്ഞു. പിന്നെ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ, അതിൽ ട്രപ്സിയം പഠിച്ചു, ട്രപ്സിയത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കി. റോംബസ് പഠിച്ചു, റോംബസിന്റെ പ്രോപ്പർട്ടീസ് നോക്കി. പാരലലോഗ്രാം പഠിച്ചു, എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ്. പിന്നെ റെക്റ്റാങ്കിൾ, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. സ്ക്വയർ, അതിന്റെ പ്രോപ്പർട്ടീസ്. കൈറ്റ്, ഇതെല്ലാം നമ്മൾ അതിന്റെ എക്സസൈസ് നമ്മൾ നോക്കി. അപ്പം ഈ ചാപ്റ്ററിന്റെ ഹോംവർക്ക് തന്നത് നിങ്ങൾ എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്ത് തരിക. ഇതിനകത്ത് പ്രോബ്ലംസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും നോട്ട്സ് കംപ്ലീറ്റ് ആക്കി ടീച്ചറിന് സെൻഡ് ചെയ്ത് തരിക. സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Did you get ready in the dark or something? 'Cause you look like a beautiful nightmare.